ഓക്കെ, നമുക്കിന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് ഒരുപാട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്ന ദിവസമാണ്. നോക്കിക്കോളാം, ഇൻഡെക്സ് ലെവൽസും അതുപോലെ സ്ട്രൈക്ക് ലെവൽസും നമ്മൾ നോക്കുക. സ്ട്രൈക്ക് ലെവൽസിലേക്ക് നമുക്ക് വരാം. സ്ട്രൈക്ക് ലെവൽസ് ഞാൻ പറഞ്ഞ ഇൻഡെക്സ് ലെവൽസ് കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു റിട്ടേൺ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സ് തന്നെ നിങ്ങൾ നോക്കിക്കുക. ആദ്യത്തെ 15 മിനിറ്റ്സിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ആദ്യത്തെ 15 മിനിറ്റ്സിൽ PE പൊസിഷൻ നോക്കിക്കേ, ചെന്ന് അതിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. അവിടുന്ന് ഒരു റിജക്ഷൻ, ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ PE പൊസിഷൻ അതുപോലെ ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ CE പൊസിഷനിലേക്ക് വരുമ്പോൾ CE പൊസിഷൻ അവിടെ ഒന്നും തന്നെ കൺഫേംഡ് അല്ല. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം രണ്ടെണ്ണം നമുക്ക് അടുത്തത് CE ആക്റ്റീവ് ആകാൻ പോകുന്നു എന്ന് കിട്ടുന്നുണ്ട്. ഇപ്പുറത്തേക്ക് നമുക്ക് നോക്കാം. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒന്നും തന്നെ അത് കൺഫേംഡ് അല്ലായിരുന്നു. നിഫ്റ്റി നോക്കുമ്പോഴും ക്യാൻഡിൽസ് എന്ന് പറയുന്നത് PE പൊസിഷൻ ബോൾ ലൈനെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് അടുത്ത ഒരു CE പൊസിഷൻ ആക്റ്റീവ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സിയിലേക്ക് നമ്മൾ നോക്കിക്കേ, സിയിനെ നമ്മൾ നോക്കാം, ബോൾ ലൈനിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് താഴേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകാം, ഇത് CE സംഭവിക്കില്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഇൻഡെക്സിലേക്ക് നോക്കിയിട്ട് തന്നെ കൺഫേം ചെയ്യാം. ഇൻഡെക്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൂടുതലും നിങ്ങൾ സെൻസെക്സിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സെൻസെക്സ് കണ്ട വന്ന് ബോൾ ലൈൻ നിൽക്കുകയാണ്. ഓക്കെ, ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായി. അപ്പോൾ ഇനി ഇടിയില്ല, ഇനി ഒരു CE പൊസിഷൻ സംഭവിക്കും എന്നുള്ളൊരു പോയിൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. നോക്കിക്കേ, നിഫ്റ്റിയിൽ അതേസമയം നിഫ്റ്റി നിയറസ്റ്റ് എക്സ്പയറി ആയതുകൊണ്ട് നിഫ്റ്റി അതേസമയം കൊടുത്തിങ്ങനെ റിട്ടേൺ നോക്കി 66 രൂപയുടെ ഐറ്റം 91 രൂപ വരെയൊക്കെ അത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 30% എബോവ് റിട്ടേൺ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10 പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് എക്സിറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് പ്രതീക്ഷിക്കേണ്ട, കാരണം എക്സ്പയറി ഒക്കെ ആകുമ്പം നല്ല രീതിയിൽ ലോസ് വരാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് ഒരു 10 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 15 പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് എക്സിറ്റ് ചെയ്യാൻ നിഫ്റ്റിയിലാണെങ്കിൽ. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 20 പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതിനുശേഷം അടുത്ത ട്രേഡ് പോയിൻറ്റ്സ് നമുക്ക് വന്നിട്ടുള്ളത് എവിടെയാണെന്ന് നോക്കിക്കും. മൂന്നാമത്തെ ക്യാൻഡിൽ, രണ്ടാമത്തെ ക്യാൻഡിലും ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, ബോൾ ലൈൻ ടച്ചിങ് തന്നെയാണ്. പക്ഷേ നമ്മൾ മൂന്നാമത്തെ ക്യാൻഡിലിനെയാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, രണ്ടാമത്തെ ക്യാൻഡിലും കൺഫേം ആണ്, മൂന്നാമത്തെ ക്യാൻഡിലും കൺഫേം ആണ്. കണ്ടോ, നമ്മളുടെ PE പൊസിഷൻ ഇറങ്ങി വന്ന് ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിരിക്കുന്നു. ഇവിടെയും സപ്പോർട്ടാണ്, ഇവിടെ റെസിസ്റ്റൻസ് ആണ്. ദെൻ ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോഴും കണ്ടോ, നിഫ്റ്റിയിലാണെങ്കിലും സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്, റെസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ. ദെൻ നമ്മളിത് എന്തുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ ക്യാൻഡിൽ കൺഫേം ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ലെവലിൽ മൂന്നാമത്തെ ക്യാൻഡിലാണ് കൺഫേം ആകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇത് നോക്കിക്കോ, അതേ കളറിൽ കാണിക്കാം. കണ്ട, മൂന്നാമത്തെ ക്യാൻഡിൽ നമ്മളുടെ സെൻസെക്സ് ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, ഡോട്ടർ ലൈൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊന്നും രണ്ടാമത്തെ ക്യാൻഡിൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, രണ്ടാമത്തെ ക്യാൻഡിൽ സപ്പോർട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, റെസിസ്റ്റൻ്റ് കാണിക്കുന്നില്ല, ഇതിവിടെ വന്നിട്ടല്ല എൻഡ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്യാൻഡിലാണ് കുറച്ചും കൂടി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തെയും നാലാമത്തെയും ക്യാൻഡിൽ കൺഫേംഡ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് മൂന്നാമത്തെ ക്യാൻഡിലിനെ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു പൊസിഷനായി. അടുത്ത പൊസിഷൻ നമുക്ക് നോക്കാം. അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ആറാമത്തെ ക്യാൻഡിൽ പോയിട്ട് നമ്മളുടെ സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, ആറാമത്തെ ക്യാൻഡിൽ പോയിട്ട് സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഇങ്ങോട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ നോക്കുമ്പോഴും ആറാമത്തെ ക്യാൻഡിൽ സെക്കൻഡ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയിൽ നോക്കുമ്പോഴും ആറാമത്തെ ക്യാൻഡിൽ സെക്കൻഡ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നമ്മളുടെ ഇൻഡെക്സ് ലെവൽ പ്രകാരവും ആറാമത്തെ ക്യാൻഡിൽ താഴെ വന്ന സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. അത് കൺഫേംഡ് ആയതുകൊണ്ടാണ് നമുക്കതിനെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ അതിനും നല്ല റേഞ്ച് ഓഫ് പ്രോഫിറ്റ് നമുക്ക് നിഫ്റ്റിയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 25 ഐറ്റം 35 ഒക്കെ വരെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിലും കൂടുതലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു 300 റുപ്പീസിന് താഴെ ഉണ്ടായിരുന്നത് 325 ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പോസിബിലിറ്റി ആയിരുന്നു. അടുത്ത നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലാണ്. അതായത് 1 2 3 4 5 6 7 8 9 10th ക്യാൻഡിലായപ്പോൾ ഇതിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ ഫസ്റ്റ് ലെവൽ നല്ലൊരു സപ്പോർട്ടായിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഫസ്റ്റ് ലെവൽ സപ്പോർട്ടാകുന്നു. ദെൻ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ലെവൽ റെസിസ്റ്റൻ്റ് ആകുന്നു, ഇവിടെ ഫസ്റ്റ് ലെവൽ റെസിസ്റ്റൻ്റ് ആകുന്നു, ഇവിടെ ഫസ്റ്റ് ലെവൽ സപ്പോർട്ടാകുന്നു. ഓക്കെ, ഇവിടെയും ഫസ്റ്റ് ലെവൽ സപ്പോർട്ടാകുന്നു. ദെൻ ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൺഫേം ചെയ്യാം. ഇൻഡെക്സ് പ്രകാരവും ഫസ്റ്റ് ലെവൽ കണ്ടോ കയറിപ്പോയി, കയറിപ്പോയി, CE ഇടിയും എന്നുള്ളൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ അടുത്ത ഒരു പി പൊസിഷൻ കൊടുക്കാമെന്നുള്ളതാണ്. അതാണ് ഇവിടെ ഈ പി പൊസിഷൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നിഫ്റ്റിയിലൊക്കെ നല്ല റേഞ്ച് ഓഫ് പ്രോഫിറ്റ് ആ പിക്ക് കിട്ടിയിട്ടുണ്ട്. 160 രൂപയുടെ ഐറ്റം 200 മുകളിൽ പോയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പൊസിഷനിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് പൊസിഷൻ നമുക്ക് വന്നിട്ടുള്ള ലാസ്റ്റ് പൊസിഷൻ ഇവിടെയാണ്. ഇതാ നോക്കിക്കോളാം. ഇതാ ഈ ഒരു ബാക്കിൽ നിന്ന് 10th ക്യാൻഡിൽ സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. ഇവിടെ സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നിഫ്റ്റിയിൽ അത് വലിയ മൂവ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഫിൻ നിഫ്റ്റിയിലും അതേസമയം സെക്കൻഡ് ലെവലിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ 4 കൺഫേംഡ് ആണ്. നമുക്ക് 3 കൺഫേം ചെയ്താൽ മതി. അപ്പം 4 കൺഫേംഡായി. അപ്പോൾ അടുത്ത സി പൊസിഷൻ സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, നിഫ്റ്റി ആണെങ്കിൽ എത്ര ഉണ്ടോ, 25 രൂപയുടെ ഐറ്റം 100 രൂപ വരെയൊക്കെ പോയിട്ടുണ്ട്. 400% റിട്ടേണിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. വേറൊരു പൊസിഷൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാ ഇൻഡെക്സ് ഈ 1 2 3 4 5 5th ക്യാൻഡിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. 5th ക്യാൻഡിൽ ഇൻഡെക്സ് എവിടെയാണ് നിൽക്കുന്നത്? 1 2 3 4 5 കണ്ട 5th ക്യാൻഡിൽ നമുക്ക് യെല്ലോ ഷെയ്ഡ് നോക്ക്, ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. 5th ക്യാൻഡിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് ഫസ്റ്റ് ലെവലിലെത്തി, ഇത് ഫസ്റ്റ് ലെവലെത്തി, ഇത് ഫസ്റ്റ് ലെവലെത്തി, ഇവിടെ ഫസ്റ്റ് ലെവലെത്തി. ഓക്കെ ഓക്കെ അപ്പോൾ മിക്കതും ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ടായിരുന്നു അതേ സമയം. അപ്പോൾ അത് ആക്റ്റീവ് ആകേണ്ടതല്ലേ, അവിടെ ആക്റ്റീവ് ആയില്ലല്ലോ എന്നൊരു പ്രശ്നം വരാം. ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ, അതായത് നമുക്ക് ഇത് 100% ആക്യുറസി ഉള്ള സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ വരാറില്ല. ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇത് ഇത്രയും ഹൈയിലേക്ക് ലോസ് പോകും എന്നുള്ളത് കൊണ്ട് നമുക്ക് അത്രയും നമുക്ക് ലോസിനെ പിടിച്ച് നിൽക്കാൻ പറ്റാതെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് എക്സിറ്റ് ചെയ്യിക്കാം. അങ്ങനെ നമ്മൾ എക്സിറ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം ഇത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് വരും. കണ്ടോ, ഇതിവിടെ നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യേണ്ട ഐറ്റം ഒരൊറ്റ ക്യാൻഡിൽ താഴേക്ക് പോയിട്ട് ഇത് തിരിച്ച് അതേ പൊസിഷനിൽ കണ്ട ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേ പൊസിഷനിൽ ഇവിടെ വരുന്നുണ്ട്. ഇത് നിഫ്റ്റിയിലാണെങ്കിൽ പോലും കണ്ടോ, ഇവിടെ നമ്മൾ എടുത്ത ഒരു പൊസിഷനാണ്. എന്നാൽ ഇത് മുകളിലേക്ക് പോയില്ല, താഴേക്ക് വന്ന് തിരിച്ച് അതേ പൊസിഷനിൽ ഇത് വരും. അതായത് ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ നമ്മൾക്ക് തിരിച്ച് വന്നിട്ട്, അതായത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇത് സംഭവിച്ചില്ല എങ്കിൽ, അതായത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡ് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ട്രേഡ് നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസിലേക്ക് വരും. ഓക്കെ, ആ ട്രേഡ് നോ പ്രോഫിറ്റ് നോ ലോസിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ട്രേഡിലേക്ക് പോകാം. അതായത് ഇവിടെ നമ്മൾ ഒരു 10 രൂപയ്ക്ക് എടുത്ത ഐറ്റം ലോസിൽ പോയി, 5 രൂപയ്ക്ക് ലോസിൽ പോയി, തിരിച്ച് 10 രൂപയിലേക്ക് എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 8 രൂപയ്ക്കെങ്കിലും എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് ട്രേഡ് കൊടുക്കുക. അതായത് ഇനി സി ട്രേഡ് വർക്ക് ചെയ്യില്ല, പി ട്രേഡിലേക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ നേരത്തെയും നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. 1-2 തവണ, അതായത് ഒരു മാസത്തിൽ 1-2 തവണ ഇങ്ങനെ സംഭവിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു പൊസിഷനിൽ വന്ന്, അത് ഇൻഡെക്സും കൺഫേം ചെയ്യുന്നു, നമ്മളുടെ സ്ട്രൈക്ക് ലെവൽസും കൺഫേം ചെയ്യുന്ന ഒരു പൊസിഷൻ ആക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ, അത് ലോസിൽ പോയാൽ തിരിച്ചത് നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഓപ്പോസിറ്റ് ട്രേഡിലേക്ക് തന്നെ നമുക്ക് പോവാം. കണ്ടോ, ഓപ്പോസിറ്റ് ട്രേഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഫസ്റ്റ് ലെവൽ ട്രേഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്ന ആ ഫസ്റ്റ് ലെവൽ ട്രേഡ് അതാണ്. അതായത് തിരിച്ച് ഇവിടെ വെച്ച് ആക്റ്റീവ് ആകേണ്ട ഒരു പൊസിഷൻ ആക്റ്റീവ് ആകാതെ മുകളിൽ പോയി തിരിച്ച് അതേ പൊസിഷനിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് ഒരു റീഡയറക്ഷൻ കൊടുക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്, നേരത്തെയും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഇതുപോലെ ഇവിടെ ഇത്രയും ഇറങ്ങി വന്നിട്ട് റീഡയറക്ഷൻ കൊടുക്കണം എന്നില്ല. ചിലപ്പോൾ ഇത് കുറച്ചൊക്കെ മാത്രം ഇറങ്ങി വന്ന് റീഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് സ്റ്റോപ്പ് ലോസ് ആകില്ല, കാരണം നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡിലേക്ക് നമ്മൾ പോകേണ്ടി വരും. പോകുമ്പോൾ നമുക്ക് അത് പ്രോഫിറ്റിലേക്കും എത്തും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രൈക്ക് ലെവൽസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ട്രേഡുകൾ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഡയറക്റ്റ് വിളിക്കേണ്ട, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.